വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ തിയറിറ്റിക്കൽ സൈഡ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു സ്റ്റോൺ എടുത്തിട്ട് നമ്മൾ എയറിലേക്ക് എറിയുന്നു, അല്ലെങ്കിൽ ഒരു ഗണ്ണിൽ നിന്നൊരു ബുള്ളറ്റ് ഫയർ ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇനീഷ്യലി ആ ഒരു സ്റ്റോണിന് അല്ലെങ്കിൽ ഒരു ബുള്ളറ്റിന് ഒരു വെലോസിറ്റി കൊടുത്തിട്ട് അതിനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ അത് നമുക്ക് ഈ ഗ്രാഫിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഒരു പാത്ത് ട്രേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റോൺ ആയാലും ബുള്ളറ്റ് ആയാലും എന്ത് ഒബ്ജക്റ്റ് ആയാലും ഈ ഒരു പാത്തിൽ കൂടി, ഇതുപോലെ ഒരു പാത്തിൽ കൂടി ആയിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്. ഈ പാത്തിന് നമ്മൾ ഒരു ടെർമിനോളജി യൂസ് ചെയ്യും റെപ്രസെന്റ് ചെയ്യാനായിട്ട്. ആ പാത്തിന് പറയുന്ന പേരാണ് ട്രാജക്ടറി എന്നുള്ളത്. അതുപോലെ തന്നെ ഈ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ്, അതിപ്പോൾ സ്റ്റോൺ ആണെങ്കിൽ സ്റ്റോൺ, അല്ലെങ്കിൽ ബുള്ളറ്റ് ആണെങ്കിൽ ബുള്ളറ്റ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രൊജക്ടൈൽ. അപ്പോൾ ഈ പ്രൊജക്ടൈലിന്റെ പാത്തിന് പറയുന്നത് ട്രാജക്ടറി എന്നും ഈ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന് പറയുന്നത് പ്രൊജക്ടൈൽ എന്നുമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് സ്പെഷ്യൽ ടെർമിനോളജീസ് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കണം. അതിൽ ഫസ്റ്റ് വൺ ആണ് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ. അപ്പോൾ നമ്മൾ കണ്ടു, നമ്മളിപ്പോൾ ഒരു സ്റ്റോൺ എറിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിന് ആദ്യം ഒരു ഇനീഷ്യൽ വെലോസിറ്റി കൊടുത്തിട്ട് ഈ ഒരു പാത്തിലേക്ക് അതിനെ നമ്മൾ എറിയുവാണ്. അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് ബുള്ളറ്റ്, നമ്മളത് ഫയർ ചെയ്യുമ്പോൾ ഇനീഷ്യലി അതിനൊരു വെലോസിറ്റി ഉണ്ടാവും. ആ ഇനീഷ്യലി ഉള്ള വെലോസിറ്റിനെയാണ് നമ്മൾ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. സോ ദ വെലോസിറ്റി വിത്ത് വിച്ച് എ പ്രൊജക്ടൈൽ ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു ദ സ്പേസ് ഈസ് കോൾഡ് ആസ് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ. ഇതിനെ നമ്മൾ നോർമലി റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ യു വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു വി എന്നുള്ള രീതിയിലെല്ലാം നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കോമൺലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ യു വെച്ചിട്ടാണ്. ഇനി അടുത്തൊരു ടെർമിനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. എന്തായാലും നമുക്കൊന്നും കൂടി ഒന്ന് നോക്കാം എന്താണെന്നുള്ളത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞു, നമ്മളൊരു വെലോസിറ്റി കൊടുത്തിട്ടായിരിക്കും ഇതിനെ എറിയുന്നത് അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതിന് ഒരു ഡയറക്ഷൻ ഉണ്ടാവില്ലേ? അപ്പോൾ അവിടുത്തെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് എത്ര ആംഗിളിലാണ് നമ്മൾ ഇതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വി കോൾ ദാറ്റ് ആസ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. സോ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ആംഗിൾ with the horizontal at which a projectile is projected is known as angle of projection. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന സിമ്പിൾ, ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ ആൽഫയാണ്. സോ നമുക്ക് ഈ ഫിഗറിൽ കാണാം, ഈ ആൽഫേനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട അടുത്ത ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഓഫ് ഫ്ലൈറ്റ്. ഈ ഒരു പ്രൊജക്ടൈൽസ് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മളൊരു കല്ലെടുത്ത് എറിയുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇനീഷ്യലി ഒരു വെലോസിറ്റി കൊടുത്ത് നമ്മൾ അതിനെ പ്രൊജക്ട് ചെയ്തു. അത് പോയി ഒരു മാക്സിമം ഹൈറ്റ് വരെ എത്തും. അത് കഴിഞ്ഞ് ഹൈറ്റ് പതിയെ കുറഞ്ഞ് തിരിച്ചത് ഗ്രൗണ്ടിൽ വന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ടോട്ടൽ മൂവ്മെന്റിന് ഈ ഒരു പോയിന്റ് തൊട്ട്, സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് ഈ ഫൈനലി ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന പോയിന്റ് വരെ അത് എന്തോരം ടൈം എടുത്തോ ആ ടൈമിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ അത് മനസ്സിലാക്കണം. നമ്മൾ ഈ കംപ്ലീറ്റ് മോഷൻ, അത് സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡിങ് വരെയുള്ള ടൈമിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ടോട്ടൽ ടൈം ടേക്കൻ ബൈ എ പ്രൊജക്ടൈൽ ഫോർ വിച്ച് ദ പ്രൊജക്ടൈൽ റിമെയിൻസ് ഇൻ സ്പേസ്. Thus, it is the time taken by the projectile to reach the maximum height and to return back to the ground. ആ ടോട്ടൽ ടൈമിനെയാണ് we call by the term time of flight എന്നുള്ളത്. ഇനി നമുക്ക് അടുത്തത് പഠിക്കേണ്ടത് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ്, ഒരു ടേമാണ്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളരെ സിമ്പിൾ ആണ്. ഇപ്പോൾ ഈ ഫിഗർ നോക്കി നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. നമ്മൾ ഈ പ്രൊജക്ടൈലിനെ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അത് മാക്സിമം ഹൈറ്റിലെത്തി തിരിച്ച് ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്തു. ഈ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അറ്റൈൻഡ് ബൈ ദിസ് പ്രൊജക്ടൈൽ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് നോർമലി നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ R കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ പറയാൻ വിട്ട ഒരു കാര്യം, ടൈം ഓഫ് ഫ്ലൈറ്റിന് നമ്മൾ സ്പെസിഫൈ ചെയ്യാനായിട്ട് ക്യാപിറ്റൽ T ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പോൾ എന്തായിരുന്നു ഹൊറിസോണ്ടൽ റേഞ്ച്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആൻഡ് ദ പോയിന്റ് വെയർ ദ പ്രൊജക്ടൈൽ സ്ട്രൈക്സ് ദ ഗ്രൗണ്ട് ഈസ് കോൾഡ് ഹൊറിസോണ്ടൽ റേഞ്ച് and it is normally denoted by capital R. ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ടത് ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് പ്രൊജക്ടൈൽ മോഷൻ. നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു സ്റ്റോൺ എടുത്ത് എറിഞ്ഞാലും അല്ലെങ്കിൽ ഒരു പ്രൊജക്ടൈൽ നമ്മൾ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്പെഷ്യൽ പാത്തിൽ കൂടി ഒരു ട്രാജക്ടറി ഫോം ചെയ്യും. ആ ട്രാജക്ടറിക്ക് നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പ്രൊജക്ടൈലിനെ കൺസിഡർ ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ അസ്യൂം ചെയ്യുവാണ് ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ സ്മോൾ ലെറ്റർ യു ആയിട്ട് ഞാനൊന്ന് അസ്യൂം ചെയ്യുകയാണ്.
അങ്ങനെയാണെങ്കിൽ ഈ ഇനീഷ്യൽ വെലോസിറ്റി ആക്ട് ചെയ്യുന്നത് ഒരു ആംഗിളിലായിരിക്കുമല്ലോ. നമുക്കറിയാം ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആൽഫ ആണെന്നുള്ളത് നമുക്കറിയാം. ആ ഒരു ആംഗിളിലായിരിക്കും നമ്മൾ ഇതിനെ പ്രൊജക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലെ ഇൻക്ലൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു വെലോസിറ്റിനെ നമുക്ക് വേണമെങ്കിൽ എക്സ് ഡയറക്ഷനിൽ, അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലും റിസോൾവ് ചെയ്യാൻ പറ്റില്ലേ. കാരണം നമുക്ക് ഓൾറെഡി അറിയാം ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആൽഫ ആണെന്നുള്ളത് അറിയാം. അപ്പോൾ അതിന്റെ ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് എന്തായിരിക്കും? ഈ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു u cos alpha, where u is the velocity of projection and alpha is the angle of projection. അതുപോലെ തന്നെ വെർട്ടിക്കൽ കോമ്പൗണ്ട് എന്തായിരിക്കും? ഇവിടെ നിന്ന് നമുക്ക് u sin alpha ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ രണ്ട് കോമ്പോണൻസും നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിത് പൊതുവെ അനലൈസ് ചെയ്യുമ്പോഴേക്കും ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനുണ്ടെങ്കിൽ ഈ ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് ഓഫ് വെലോസിറ്റി ആയിരിക്കും എടുക്കുന്നത്. അതുപോലെ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് എന്തെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്തെടുക്കും? വെർട്ടിക്കൽ കോമ്പൗണ്ട് ഓഫ് വെലോസിറ്റി ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചോളൂ. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതുപോലെ ഇപ്പോൾ ഹൊറിസോണ്ടലും വെർട്ടിക്കൽ വെലോസിറ്റി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് ഓഫ് വെലോസിറ്റി വേറെ ഒരു ഫോഴ്സിന്റെയും എഫക്റ്റിലായിരിക്കില്ല. വൺസ് നമ്മൾ പ്രൊജക്ട് ചെയ്യുമ്പോഴേക്കും നമ്മളൊരു വെലോസിറ്റി കൊടുക്കും. ആ വെലോസിറ്റിയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലും സ്പ്ലിറ്റ് ചെയ്തത്. ഇതിന്റെ മൂവ്മെന്റിന്റെ ഇടയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രം നമുക്കൊരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് എന്തിന്റെയാണത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷേ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നമുക്ക് യാതൊരുവിധ ഇൻഫ്ലുവൻസും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി ത്രൂ ഔട്ട് ദിസ് മൂവ്മെന്റ് ചേഞ്ച് ചെയ്യില്ല. വേറാസ് വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റിയോ അത് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എഫക്റ്റ് കാരണം അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം ഇത് ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് ഓഫ് വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച് ഡ്യൂറിംഗ് ദ എൻറ്റയർ ഫ്ലൈറ്റ് ആൻഡ് ദ വെർട്ടിക്കൽ കോമ്പൗണ്ട് ഈസ് അഫക്റ്റഡ് ബൈ ദ ഗ്രാവിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചോളണം. നമുക്കിനി നോക്കാം എങ്ങനെ നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഈ ഒരു പാത്തിൽ. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു പോയിന്റ് പി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഈ ട്രാജക്ടറിയിൽ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പി എന്ന് പറഞ്ഞ പോയിന്റ്. സോ കൺസിഡർ ദ പോയിന്റ് പി ഓൺ ദ പാത്ത് ഓഫ് ദി പ്രൊജക്ടർ വിച്ച് ഈസ് അവർ ട്രാജക്ടറി, റൈറ്റ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഈ പിന്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയായിരിക്കും? എക്സും വൈയും എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സോ ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ദ കോർഡിനേറ്റ് ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു ഇനിഷ്യൽ പോയിന്റ് ദാറ്റ് ഈസ് എ. ആൻഡ് പിന്നെ ഞാൻ അസ്യൂം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ ടി ബി ടേക്കൺ ആസ് ദ ടൈം ബൈ ദ പാർട്ടിക്കിൾ ടു റീച്ച് അറ്റ് പി ഫ്രം എ. നമ്മൾ ഇവിടുന്ന് പ്രൊജക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പ്രൊജക്ടൈലിന് പി വരെ എത്താൻ എടുക്കുന്ന സമയം എന്താണ്? സ്മോൾ ലെറ്റർ ടി ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എക്സ് ഡിസ്റ്റൻസിന്റെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഈ എക്സ് ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് വളരെ സിമ്പിൾ അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഇവിടുന്ന് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് ഓഫ് വെലോസിറ്റിക്ക് വേറെ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ല. അതുപോലെ വെർട്ടിക്കൽ കോമ്പൗണ്ട് ഓഫ് വെലോസിറ്റിക്ക് മാത്രമാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ആക്സലറേഷൻ, അതായത് ഗ്രാവിറ്റേഷണൽ ആക്സലറേഷന്റെ ഇൻഫ്ലുവൻസ് വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ വെലോസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? പി വരെ എത്താനുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് എക്സ് യൂണിറ്റ്സ് ആണ്. അതായത് എക്സ് ഡിവൈഡഡ് ബൈ ടൈം ആയിരിക്കും എന്ത്? ഹൊറിസോണ്ടൽ കോമ്പോണന്റ് ഓഫ് വെലോസിറ്റി. ശ്രദ്ധിച്ചോളണം, ഹൊറിസോണ്ടൽ കോമ്പോണന്റ് മാത്രമാണ് ഇവിടെ എടുക്കുന്നത്. ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് എത്രയാണ്? യു കോസ് ആൽഫ ആണ്. ദെർഫോർ എക്സ് ബൈ ടി ഈസ് ഈക്വൽ ടു യു കോസ് ആൽഫ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എക്സ് ഈസ് ഈക്വൽ ടു യു കോസ് ആൽഫ ഇൻറ്റു ടി. ഈ അടിയിലുണ്ടായിരുന്ന ടീനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഈ കിട്ടിയ ഇക്വേഷന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ഇനി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ പി എന്ന് പറഞ്ഞ പോയിന്റിലെത്തുമ്പോൾ ഈ വെർട്ടിക്കലി ട്രാവൽ ചെയ്യുന്ന ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, വൈ ഡിസ്റ്റൻസ്, അത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കുവാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളുടെ വെലോസിറ്റിയിൽ എന്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്? ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ വരുന്നുണ്ട്, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റില്ല. പകരം നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ യൂസ് ചെയ്യണം. അപ്പോൾ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണെന്ന് അറിയാം. അപ്പോൾ ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വൈൻ്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. വൈ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണല്ലോ. അപ്പോൾ എസിന് പകരം വൈ ഇസ് ഈക്വൽ ടു യു ടി. ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? ഇപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് വെർട്ടിക്കൽ ഡയറക്ഷനിലായതുകൊണ്ട് ഏത് കോമ്പൗണ്ട് ഓഫ് വെലോസിറ്റി നമ്മൾ എടുക്കണം? വെർട്ടിക്കൽ കോമ്പൗണ്ട് ഓഫ് വെലോസിറ്റി എടുക്കണം. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന വെലോസിറ്റിനെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ റിസോൾവ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ എത്രയാണ്? യു സൈൻ ആൽഫയാണ്. അപ്പോൾ അതായിരിക്കും നമ്മളുടെ ഇനീഷ്യൽ വെലോസിറ്റി. ദെർഫോർ എസ് ഇസ് ഈക്വൽ ടു യു ടി എന്നല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു സൈൻ ആൽഫ ഇൻറ്റു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ആക്സലറേഷൻ എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അത് അടിയിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സൈൻ എന്തെടുക്കണം? നെഗറ്റീവ് എടുക്കണം. ദെർഫോർ പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിന് വരെ എന്ത് വരും? മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ജി ആണ് നമ്മളുടെ ആക്സലറേഷൻ. അത് അടിയിലേക്ക് ആയതുകൊണ്ട് നെഗറ്റീവ് വന്നു. അത് നമുക്കിവിടെ
കാണിച്ചിട്ടുണ്ട് നെഗറ്റീവായിട്ട്. അപ്പോൾ ഫൈനൽ എക്സ്പ്രഷൻ എന്ത് കിട്ടും? y is equal to u sin alpha into t minus half into gt square എന്ന് കിട്ടും. ഇതിന് ഞാൻ സെക്കൻഡ് ഇക്വേഷൻ ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ഇത്രയും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്തു? നമ്മൾ എക്സ് ഡയറക്ഷൻ ഈ ഡിസ്റ്റൻസിലുള്ള ഒരു ഇക്വേഷൻ ഫോം ചെയ്തു. എക്സ് ഡയറക്ഷനിൽ ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ ഇൻഫ്ലുവൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തു. വേറെ വൈ ഡയറക്ഷണൽ ഡിസ്റ്റൻസ് വൈ എന്ന് പറയുമ്പോഴേക്കും അതിൽ ആക്സലറേഷൻ്റെ ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ്റെ ഇൻഫ്ലുവൻസ് വരുന്നതുകൊണ്ട് നമ്മൾ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് രണ്ട് ഇക്വേഷൻസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ടിക്ക് ഒരു എക്സ്പ്രഷൻ ഞാൻ കൊണ്ടുവരണം ടൈമിന്. ടി ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? എക്സ് ബൈ യു കോസ് ആൽഫ എന്ന് എഴുതാം. അതാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഫ്രം ഇക്വേഷൻ നമ്പർ 1 ടി ഈസ് ഈക്വൽ ടു എക്സ് ബൈ യു കോസ് ആൽഫ. ഈ കിട്ടിയ ടീനെ ഞാൻ സെക്കൻഡ് എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ദെർഫോർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ടു വി വിൽ ഗെറ്റ് വൈ ഈസ് ഈക്വൽ ടു യു സൈൻ ആൽഫ ഇൻറ്റു ടി. ടിക്ക് പകരം എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എക്സ് ബൈ യു കോസ് ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ ഒരു ടി സ്ക്വയർ ഉണ്ട്, അതിന് പകരവും എക്സ് ബൈ യു കോസ് ആൽഫ ദ ഹോൾ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ എന്താവും? വൈ ഈസ് ഈക്വൽ ടു യു സൈൻ ആൽഫ ഇൻറ്റു ടിക്ക് പകരം എക്സ് ബൈ യു കോസ് ആൽഫ മൈനസ് ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു ടിക്ക് പകരം എക്സ് ബൈ യു കോസ് ആൽഫ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ നോക്കിയാൽ ഇവിടെ ന്യൂമറേറ്ററിൽ യു ഉണ്ട്, ഡിനോമിനേറ്ററിൽ യു ഉണ്ട്, അപ്പോൾ അത് ക്യാൻസൽ ആയി പോകും. പിന്നെ ഇവിടെ ഒരു സൈൻ ആൽഫ ഉണ്ട്, ഡിനോമിനേറ്ററിൽ കോസ് ആൽഫ ഉണ്ട്. സൈൻ ആൽഫ ബൈ കോസ് ആൽഫ എന്താവും? ടാൻ ആൽഫ ആവും. ബാക്കി യു പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എക്സ് ടാൻ ആൽഫ മൈനസ് ഇവിടെ ഇനി ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ എന്ന് വരും. അപ്പോൾ ഈ ജീനകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ജി ഇൻറ്റു എക്സ് സ്ക്വയർ ന്യൂമിനേറ്ററിലുണ്ട്, ഡിനോമിനേറ്ററിൽ 2 ടൈംസ് ഇവിടെയുള്ള യു സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ ഉണ്ട്. അങ്ങനെയാണ് എനിക്ക് മൈനസ് ജി എക്സ് സ്ക്വയർ ബൈ 2 യു സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ എന്നിവിടെ കിട്ടുന്നത്. ഈ ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈ ഇസ് ഈക്വൽ ടു എക്സ് ടാൻ ആൽഫ മൈനസ് ജി എക്സ് സ്ക്വയർ ബൈ 2 യു സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ എന്ന് പറഞ്ഞ എക്സ്പ്രഷനെയാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സപ്പോസ് നമുക്ക് ഒരു എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോഴേക്കും പ്രൊജക്ടൈൽ എത്ര ഹൈറ്റിലായിരിക്കും എന്ന് ഡിറ്റർമൈൻ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാം വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് അല്ലേ. അതുപോലെ ഇപ്പോൾ ഒരു 10 മീറ്റർ നീക്കി കഴിയുമ്പോഴേക്കും എത്ര ഹൈറ്റിലായിരിക്കും എൻ്റെ പ്രൊജക്ടൈൽ എന്നുള്ളത് എനിക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വൈ ഇസ് ഈക്വൽ ടു എക്സ് ടാൻ ആൽഫ മൈനസ് ജി എക്സ് സ്ക്വയർ ബൈ 2 യു സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ എന്നുള്ള ഇക്വേഷൻ വേണമെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് കുറച്ച് നമുക്ക് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ടേംസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ഒന്ന് ഡിറൈവ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമുക്ക് ഫാസ്റ്റായിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ്. മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഈ മോഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഏതാണ്? ഈ പോയിന്റാണ്. അപ്പോൾ ഈ ഹൈറ്റിനുള്ള ഒരു എക്സ്പ്രഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഈ ഒരു ഹൈറ്റിനുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വെർട്ടിക്കൽ കോമ്പൗണ്ട് ഓഫ് വെലോസിറ്റിയിലാണ്. അങ്ങനെ വെർട്ടിക്കൽ, അതായത് ഈ മാക്സിമം ഹൈറ്റ് വരുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിലല്ലേ. അപ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് വെർട്ടിക്കൽ കോമ്പൗണ്ട് ഓഫ് വെലോസിറ്റിയിലാണ്. അതുപോലെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ പീക്ക് പോയിന്റിൽ വെലോസിറ്റിയുടെ വാല്യൂ എത്രയായിരിക്കും? വെലോസിറ്റിയുടെ വാല്യൂ വിൽ ബി 0 അല്ലേ. ഇവിടുന്ന് നമുക്ക് വെലോസിറ്റി കുറഞ്ഞ് വന്ന് ഈ ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും എന്താണ്? അത് പ്യുവർലി ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ്. അപ്പോൾ ഈ വെർട്ടിക്കൽ കോമ്പൗണ്ട് ഓഫ് വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷെ ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് 0 ആയിരിക്കില്ല, വെർട്ടിക്കൽ കോമ്പൗണ്ട് 0 ആവും ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ. അപ്പോൾ മാക്സിമം ഹൈറ്റ് ദിസ് ഫൈനൽ വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ വെർട്ടിക്കൽ കോമ്പൗണ്ട് ഓഫ് വെലോസിറ്റിയാണ് കൺസിഡർ ചെയ്യുന്നത്. അത് വീണ്ടും മനസ്സിൽ വെച്ചോളണം. ആ കോമ്പൗണ്ട് നമ്മൾ ഈ പീക്ക് പോയിന്റിലും 0 ആവും. അതുപോലെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരുന്നു? ഈ പോയിന്റിലുള്ള വെർട്ടിക്കൽ വെലോസിറ്റി എന്തായിരുന്നു? വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി അത് നമുക്കറിയാം, നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റിന്റെ വെർട്ടിക്കൽ കോമ്പൗണ്ട് ആയിരുന്നു. അത് നമ്മൾ യു സൈൻ ആൽഫ എന്ന് പറഞ്ഞാണ് റെപ്രസെന്റ് ചെയ്തത് ആദ്യം. പക്ഷെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ യു ഇസ് ഈക്വൽ ടു വി സൈൻ ആൽഫ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, ഈ നമ്മൾ ഇനിയിപ്പോൾ ഈ ഒരു എക്സ്പ്രഷനിലെല്ലാം പോകുമ്പോഴേക്കും ഈ യുവും നമ്മുടെ ഇവിടുത്തെ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ തമ്മിൽ കൺഫ്യൂസ്ഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിഷ്യൽ വെലോസിറ്റി യു ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു യുവിന് പകരം വി സൈൻ ആൽഫ എന്നുള്ള രീതിയിൽ അവർ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കൺഫ്യൂസ്ഡ് ആകരുത്. ഇത് ജസ്റ്റ് നൊട്ടേഷൻ മാത്രമാണ്. ഇനിഷ്യൽ വെലോസിറ്റിയുടെ വെർട്ടിക്കൽ കോമ്പൗണ്ട് എന്താണ്? വി സൈൻ ആൽഫ ആയിരിക്കും. ഇതാണ് നമ്മളുടെ ഫൈനൽ പോയിന്റ്. ഇവിടെ വരുന്ന വെർട്ടിക്കൽ ഡയറക്ഷനുള്ള വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. പിന്നെ ഇവിടുത്തെ ആക്സലറേഷൻ എത്രയായിരിക്കും? മൈനസ് ജി ആണ്. നമുക്കറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയതുകൊണ്ട് അത് മൈനസ് ജി ആണുള്ളത്. ഇത് നമ്മുടെ ഇക്വേഷൻ എടുക്കുവാണ്. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. എസ് ഈ കേസിൽ വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്. ഈ എസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ഹൈറ്റ് ആണ്. ദിസ് ഈസ് അവർ മാക്സിമം ഹൈറ്റ്. അതുകൊണ്ട് ഞാൻ അതിനെ ക്യാപിറ്റൽ ലെറ്റർ H ആയിട്ട് റെപ്രസെന്റ് ചെയ്യുവാണ്. സോ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 2a ഇൻറ്റു H
ഇനി നമുക്ക് ഈ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? നമ്മൾ കണ്ടായിരുന്നു വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫൈനൽ വെലോസിറ്റി ഈസ് 0. അതുകൊണ്ട് 0² മൈനസ് ഇനിഷ്യൽ വെലോസിറ്റിയോ, ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ കണ്ടായിരുന്നു v sin alpha ആണ്. therefore v sin alpha the whole square which will be equal to 2 times acceleration is minus g into maximum height. From this നമുക്ക് maximum height എന്ത് കിട്ടും? h is equal to, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ we will get it as v square sin square alpha by 2g. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ക്യാപിറ്റൽ v എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ എത്രയാണോ അത് വേണം ഈ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. ആൽഫ എന്താണ്? ആൽഫ ഇസ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിയത് ക്ലിയർ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ h എന്ന് പറഞ്ഞാൽ മാക്സിമം ഹൈറ്റ് വിച്ച് വിൽ ബി ഈക്വൽ ടു v സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ബൈ 2g. ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ടത് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. അത് പ്രൊജക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഫൈനൽ എൻ പോയിന്റ് വരെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടോട്ടൽ ടൈം, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെയും നമ്മൾ വെർട്ടിക്കൽ കോമ്പൗണ്ട് ഓഫ് വെലോസിറ്റി തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതാണ് നമ്മളുടെ ടോട്ടൽ മൂവ്മെന്റ്. ഇതിൽ ബി എന്ന് പറഞ്ഞ പോയിന്റ് എത്തുമ്പോഴേക്കും ഇവിടെയുള്ള വെർട്ടിക്കൽ ഹൈറ്റ് എത്രയായിരിക്കും? നമുക്കറിയാം വെർട്ടിക്കൽ ഹൈറ്റ് 0 ആയിരിക്കും. കാരണം പ്രൊജക്ടൈൽ തിരിച്ച് ഗ്രൗണ്ടിൽ തന്നെ എത്തിയിട്ടുണ്ടാവും. ആ ഒരു പോയിന്റ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇക്വേഷൻ ഡെറൈവ് ചെയ്യുന്നത്. സോ അറ്റ് പൊസിഷൻ ബി y is equal to 0 ആണെന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഈ പോയിന്റ് എത്തുമ്പോഴേക്കും എടുക്കുന്ന ടൈം എന്തായിരിക്കും? സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് ബി വരെ ദാറ്റ് വിൽ ബി അവർ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണെന്നുള്ളതും അറിയാം. അപ്പോൾ അതാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ s is equal to ut plus half at square. അത് നമ്മൾ പ്രൊജക്ടൈലിന്റെ ഇതിൽ വരുമ്പോഴേക്കും നമ്മൾ കണ്ടായിരുന്ന ആ ഇക്വേഷൻ എങ്ങനെയാവും? വെർട്ടിക്കൽ ഡയറക്ഷൻ കൂടി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ y is equal to u sin alpha into time minus half gt square എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പൊ ഇതില് ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ്? വൈന്റെ വാല്യൂ 0 ആണ്, ടിന്റെ വാല്യൂ ക്യാപിറ്റൽ ടി, ദാറ്റ് ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റും ആയിരിക്കും. അപ്പൊ അത് ഞാനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. y is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു യു സൈൻ ആൽഫ. ഇവിടെ വെർട്ടിക്കൽ ഹൈറ്റ് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് വെർട്ടിക്കൽ കോമ്പൗണ്ട് ഓഫ് വെലോസിറ്റി മാത്രം എടുത്തിരിക്കുന്നത്. സോ യു സൈൻ ആൽഫ ഇൻറ്റു ടിക്ക് പകരം എന്താണ്? ബി എന്ന് പറഞ്ഞ പോയിന്റ് വരെ എത്തി, വിച്ച് ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ് ആയിരിക്കും ഈ സമയത്തുള്ള ടി, മൈനസ് ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു അഗെയിൻ ടിക്ക് പകരം ക്യാപിറ്റൽ ടി സ്ക്വയർ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ടി സിംപ്ലിഫൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത്രയും ഭാഗം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തിട്ട് ടി മാത്രം ഒരു സൈഡിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ വി വിൽ സീ ദാറ്റ് ടി വിൽ ബി ഈക്വൽ ടു 2u സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ ജി എന്നുള്ളത്. ഇതാണ് നമ്മളുടെ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റിനുള്ള ഇക്വേഷൻ. അടുത്ത നമുക്ക് ഇനി അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ടോട്ടൽ ഹൈറ്റ്, അതായത് ഈ മാക്സിമം ഹൈറ്റ് എത്താനായിട്ട് എടുക്കുന്ന സമയം, അതാണ് ടൈം ടു റീച്ച് മാക്സിമം ഹൈറ്റ്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സോ അറ്റ് മാക്സിമം ഹൈറ്റ് വെലോസിറ്റി ബിക്കം 0. ഏത് വെലോസിറ്റിയാണ്? ഈ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി വിൽ ബിക്കം 0. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു എക്സ്പ്രഷനാണ് യൂസ് ചെയ്യുന്നത്. v is equal to u plus at എന്നുള്ള എക്സ്പ്രഷനിൽ നമ്മുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഫൈനൽ വെലോസിറ്റി എന്താണ് ഇവിടെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഇനിഷ്യൽ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി എന്താണ്? യു സൈൻ ആൽഫ ആണ്. പിന്നെ എന്താണുള്ളത്? എ ടി. എ നമുക്കറിയാം മൈനസ് ജി ആണ്, ദർഫോർ മൈനസ് ജി ഇൻറ്റു ടി. ഇതിൽ നിന്ന് ഈ ഒരു ടൈമിന് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചാൽ അത് എന്തിന്റെ വാല്യൂ ആയിരിക്കും? നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഫോക്കസ് ചെയ്താണ് ഇത്ര എഴുതിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടുന്ന ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ടൈല് പോയിന്റ് എയിൽ നിന്ന് ഈ മാക്സിമം ഹൈറ്റ് അറ്റൈൻ ചെയ്യുന്ന ഈ ഒരു പൊസിഷൻ വരെ എത്താൻ വേണ്ടി എടുക്കുന്ന സമയമാണ്. അപ്പോൾ ദർഫോർ ടി ഈസ് ഈക്വൽ ടു ഈ ഒരു ടേമിനെ ഇവിടെ റീറ്റെയിൻ ചെയ്തിട്ട് ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഇവിടുന്ന് ടി ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താം? യു സൈൻ ആൽഫ ഡിവൈഡ് ബൈ ജി എന്നുള്ളത് ചെയ്താം. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് എന്തിനു യൂസ് ചെയ്യാം? ടൈം ടു റീച്ച് മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യാം. ഒരു കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്, ഇവിടെ കിട്ടിയ ഇക്വേഷൻ എന്താണ്? യു സൈൻ ആൽഫ ബൈ ജി. നമുക്ക് നേരത്തെ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എത്ര കിട്ടിയത്? 2u സൈൻ ആൽഫ ബൈ ജി. അതായത് ഇപ്പൊ കിട്ടിയതിന്റെ ഡബിൾ ആയിരുന്നു ടോട്ടൽ ടൈം. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ടൈം ടു റീച്ച് മാക്സിമം ഹൈറ്റ് ഈസ് ഹാഫ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ് ആയിരിക്കും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഒരു എക്സ്പ്രഷൻ കൂടി ഡെറൈവ് ചെയ്യാനായിട്ടുണ്ട്. അത് വേറെ ഒന്നിനുമല്ല, ഈ പ്രൊജക്ടൈൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന റേഞ്ച്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്തോരാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എവിടെയാണ്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ്. അപ്പോൾ നമുക്ക് ഏത് കോമ്പൗണ്ട് ഓഫ് വെലോസിറ്റിയിലായിരിക്കണം ഫോക്കസ് വരേണ്ടത്? ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് ഓഫ് വെലോസിറ്റിയിലായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ റേഞ്ച് ഇസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം. എന്തുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് റിലേഷൻ എടുത്തത്? ഹൊറിസോണ്ടൽ വെലോസിറ്റി ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള രീതിയിൽ എടുക്കാം. അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റേഞ്ച്, ദിസ് ഫുൾ ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു
ടൈം ടേക്കൻ ഫോർ ദിസ് കംപ്ലീറ്റ് മോഷൻ വിച്ച് ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ റേഞ്ചിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ആർ വെച്ചിട്ടാണ്. ഹൊറിസോണ്ടൽ വെലോസിറ്റി നമുക്കറിയാം എത്രയായിരുന്നു? യു കോസ് ആൽഫയാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് എത്രയായിരുന്നു കിട്ടിയത്? നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തതാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് വാസ് ഈക്വൽ ടു 2u സൈൻ ആൽഫ ബൈ ജി ആണ്. അപ്പോൾ അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ആർ ഇസ് ഈക്വൽ ടു യു കോസ് ആൽഫ ഇൻറ്റു 2u സൈൻ ആൽഫ ബൈ ജി എന്നുള്ളത് കിട്ടും. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു യു ഉണ്ട്, ഇവിടെ ഒരു യു ഉണ്ട്. ദെയർഫോർ യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി. ബാക്കി എന്താണുള്ളത്? 2 സൈൻ ആൽഫ കോസ് ആൽഫ. 2 സൈൻ ആൽഫ കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 2 ആൽഫയാണ്. അല്ലെങ്കിൽ നമുക്ക് എഴുതാം ഹൊറിസോണ്ടൽ റേഞ്ച് ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി ഇൻറ്റു സൈൻ 2 ആൽഫ എന്നുള്ളത് എഴുതാം. ഇനി ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മാക്സിമം കിട്ടണമെങ്കിൽ, ഇപ്പം നമ്മളൊരു സ്റ്റോൺ എറിയുവാണെങ്കിൽ അത് മാക്സിമം ദൂരത്ത് പോകണമെങ്കിൽ നമുക്ക് എന്തൊക്കെയായിരിക്കണം കണ്ടീഷൻസ് അതൊന്ന് നോക്കാം. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമുക്കുണ്ട് ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി ഇൻറ്റു സൈൻ 2 ആൽഫ എന്നുള്ളത്. ഇതിൽ യു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന വെലോസിറ്റി ആണ്. അത് കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ജി എന്ന് പറഞ്ഞാലും കോൺസ്റ്റന്റ് വാല്യൂ തന്നെയാണ്. പിന്നെ ഇവിടെ വേരിയബിൾ ആയിട്ട് വരാനുള്ള സാധ്യതയുള്ള ഏതിനാണ്? നമ്മൾ ഏത് ആംഗിളിൽ പ്രൊജക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആൽഫയാണ് ഇവിടെ വേരി ചെയ്യാൻ സാധ്യതയുള്ള ഒരു ടൈം. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂ ആറിന്റെ വാല്യൂ മാക്സിമം ആവണമെങ്കിൽ എന്ത് മാക്സിമം ആവണം? സൈൻ 2 ആൽഫ എന്ന് പറഞ്ഞ സാധനം മാക്സിമം ആയേ പറ്റൂ. നമുക്കറിയാം സൈൻ ആൽഫ അല്ലെങ്കിൽ സൈൻ തീറ്റയുടെ വാല്യൂ മാക്സിമം വരുന്നത് എത്രയാണ്? 1 ആണെന്നുള്ളത് അറിയാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 2 ആൽഫയുടെ വാല്യൂ എന്ത് വരണം? 90 ഡിഗ്രി വരണം അല്ലെ? ഈ ഒരു ആംഗിള് സൈൻ തീറ്റ 1 ആകണമെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്ര ആയിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. ഇവിടുത്തെ തീറ്റ എത്രയാണ്? 2 ആൽഫയാണ്. therefore 2 ആൽഫ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ആൽഫ ഇസ് ഈക്വൽ ടു 90/2 വിച്ച് ഈസ് 45 ഡിഗ്രീസ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് നമുക്ക് മാക്സിമം റേഞ്ച് കിട്ടണമെങ്കിൽ, മാക്സിമം ഡിസ്റ്റൻസിൽ ഈ പ്രൊജക്ടൈൽ പോകണമെങ്കിൽ എത്ര ഡിഗ്രിയിൽ വേണം എറിയാനായിട്ട് അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്യാനായിട്ട്? വി ഹാവ് ടു പ്രൊജക്ട് അറ്റ് എ ഡിഗ്രി ഓഫ് 45 ഡിഗ്രീസ്. ഓക്കെ, സോ ഈ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഞാൻ എന്ത് കിട്ടും? മാക്സിമം റേഞ്ച് ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി ഇൻറ്റു സൈൻ 90 ഡിഗ്രീസ് അല്ലെങ്കിൽ 2 times 45 എന്നുള്ള രീതിയിൽ എഴുതാം. വിച്ച് വിൽ ബി ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി ഇൻറ്റു 1, അതായത് യു സ്ക്വയർ ബൈ ജി തന്നെയായിരിക്കും. അപ്പോൾ മാക്സിമം റേഞ്ച് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 45 ഡിഗ്രിയിൽ അതിനെ പ്രൊജക്ട് ചെയ്യണം. സോ ഈ ഒരു ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ ഓൾറെഡി ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ഇത് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് പ്രോബ്ലംസും കൂടി നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പ്രോബ്ലം ആയിട്ട് വരുന്നത് ഇതാണ്. എ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഇൻ എയർ വിത്ത് എ വെലോസിറ്റി ഓഫ് 100 മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പോൾ ഈ 100 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊജക്ട് ചെയ്യുന്ന വെലോസിറ്റി. നമ്മൾ യൂസ് ചെയ്ത ടെർമിനോളജിയിൽ സ്മോൾ യു ആണ് 100 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ യു ഇസ് ഈക്വൽ ടു 100 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ. അപ്പോൾ ഇതെന്താ സാധനം? ഈ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ഇൻ ദിസ് പ്രോബ്ലം. പിന്നെ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഹൊറിസോണ്ടൽ റേഞ്ച്, ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ ബുള്ളറ്റ് ആൻഡ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ്. 3 കാര്യങ്ങളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് ഫസ്റ്റ് വൺ എന്താണ്? ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ആർ ഇസ് ഈക്വൽ ടു എന്താണ്? യു സ്ക്വയർ ബൈ ജി ഇൻറ്റു സൈൻ 2 ആൽഫയാണ്. ഇതിൽ യുവിൻ്റെ വാല്യൂ 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആൽഫയുടെ വാല്യൂ 30 ഡിഗ്രീസ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ക്വസ്റ്റ്യൻ തരുമ്പോൾ ചിലപ്പോൾ അവർ യൂണിറ്റ്സ് മാറ്റി തരും. ചിലപ്പോൾ കിലോമീറ്റർ പെർ സെക്കൻഡിലൊക്കെ ആയിരിക്കും തരുന്നത്. അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് വേണം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ യുവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൽഫയുടെ വാല്യൂ 30 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 100 സ്ക്വയർ ബൈ 9.81 ഇൻറ്റു സൈൻ 2 ആൽഫ. ആൽഫ 30 ആണ്. 2 times 30 വിച്ച് ഈസ് 60 ഡിഗ്രീസ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 882.77 മീറ്റർ എന്നുള്ളത് കിട്ടും. അതാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ അറ്റൈൻ ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റേഞ്ച്. ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ ബുള്ളറ്റ്. മാക്സിമം ഹൈറ്റ് എത്ര കിട്ടുന്നത്? വെർട്ടിക്കൽ ഹൈറ്റ് ആണ്. അതിന് നമ്മുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ബൈ 2g. ഇതിൽ വി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ, അതായത് 100 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 100 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 times 9.81 ഇൻറ്റു സൈൻ സ്ക്വയർ 30 ഡിഗ്രീസ്. ഇവിടെ ആൽഫയാണ് 30 ഡിഗ്രീസ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് കമ്മിങ് അറൌണ്ട് 127.42 മീറ്റേഴ്സ് എന്നുള്ളത്. ഇനി ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ ടൈം ഓഫ് ഫ്ലൈറ്റ് കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താണ്? 2v സൈൻ ആൽഫ ബൈ ജി ആണ്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 times 100 ഇൻറ്റു സൈൻ 30 ഡിവൈഡഡ് ബൈ 9.81 which will be equal to 10.19 seconds. So direct simple problem ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ.
ഇനി രണ്ടാമത് നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. സോ ഈ ഒരു പ്രോബ്ലം നോക്കാം. എ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ് ഇൻ എയർ. അപ്പോൾ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ തന്നിട്ടുണ്ട്, എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആൻഡ് അറ്റ് ആൻ ആംഗിൾ ആൽഫ വിത്ത് ഹൊറിസോണ്ടൽ. അപ്പോൾ ആൽഫ ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുള്ള ആൽഫ ആയിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആൽഫ തന്നെയാണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ് ലൈങ് ഓൺ ദ ട്രാജക്ടറി of the particle with respect to the point of projection are 20 meter and 8 meter respectively. അതെന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഈ ഒരു മൂവ്മെന്റ് നോക്കുവാണെങ്കിൽ, ഈ ഫിഗറിൽ നോക്കുവാണെങ്കിൽ പ്രൊജക്റ്റിൽ ഈ രീതിയിലായിരിക്കും പോകുന്നത്. ഈ ഒരു പോയിന്റിലാണ് ഇപ്പൊ പ്രസന്റിൽ നിൽക്കുന്നത്. ഇത് ഇനീഷ്യലി പ്രൊജക്ട് ചെയ്തത് എന്താണ്? 20 മീറ്റർ പെർ സെക്കൻഡിലാണ്, ആൽഫ ആംഗിൾസിലാണ്. എന്നിട്ട് ഈ ഒരു ട്രാജക്ടറിയിലുള്ളൊരു പോയിന്റ് അവർ പറഞ്ഞിട്ടുണ്ട്. സേ നമുക്ക് പി ആയിട്ട് തന്നെ അസ്യൂം ചെയ്യാം ആ പോയിന്റ്. എന്നിട്ട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് ഓഫ് ദിസ് പോയിന്റ് ഈസ് ഗിവൺ ടു യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എക്സ് ഡിസ്റ്റൻസും ഈ വൈ ഡിസ്റ്റൻസും നമുക്ക് തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ്? ദ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ലൈങ് ഓൺ ദ ട്രാജക്ടറി ഓഫ് ദ പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആർ 20 meter and 8 meter. So x is equal to 20 and y is equal to 8 meter എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ u is equal to 20 meter per second. പിന്നെ എക്സ് കോർഡിനേറ്റ് ഒരു പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 20 എന്ന് തന്നിട്ടുണ്ട്. ആ സെയിം പോയിന്റിന് തന്നെ വൈ കോർഡിനേറ്റ് 8 ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഇക്വേഷൻ ഓഫ് പാത്ത് ഓഫ് പ്രൊജക്റ്റൈൽ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയായിരുന്നു അത്? y is equal to x tan alpha minus gx square by 2u square cos square alpha എന്നുള്ള ഒരു എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചതാണ്. അപ്പം ഇതിൽ നമുക്ക് y is equal to 8 വരുമ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 20 ആയിരിക്കും അല്ലേ? y is equal to 8 വരുമ്പോൾ എക്സിൻ്റെ വാല്യൂ 20 ആയിരിക്കും. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ വൈക്കും എക്സിനും ആ വാല്യൂസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ y is equal to 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 20 വന്നു. ടാൻ ആൽഫ മൈനസ് 9.81 ഇൻറ്റു 20 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 20 സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ആൽഫ. ഇതിലുള്ള ഏതൊക്കെയാണെന്ന് നമുക്കറിയാവുന്ന യുവും എക്സും വൈയും ഈ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇതിന് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. സോ ഇതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 8 is equal to 20 ടാൻ ആൽഫ മൈനസ് ഇവിടെ ന്യൂമറിക്കൽ വാല്യൂസ് എല്ലാം സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 4.905 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ ആൽഫ എന്ന് കിട്ടും. 1 ബൈ കോസ് സ്ക്വയർ ആൽഫ എന്താണ്? അത് നമുക്കറിയാം, സീക്ക് സ്ക്വയർ ആൽഫ എന്നുള്ളത് അറിയാം. അപ്പോൾ ഞാനതിനെ സീക്ക് സ്ക്വയർ ആൽഫ എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യുവാണ്. അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ തന്നെ കാണാം. സോ 8 is equal to 20 ടാൻ ആൽഫ മൈനസ് 4.905 സീക്ക് സ്ക്വയർ ആൽഫ എന്നുള്ളത് കിട്ടി. എന്തിനു പകരം? 1 ബൈ കോസ് സ്ക്വയർ ആൽഫക്ക് പകരം. നമുക്കറിയാം സീക്ക് സ്ക്വയർ ആൽഫ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഫ്രം ട്രിഗ്നോമെട്രി നമുക്കറിയാം സീക്ക് സ്ക്വയർ ആൽഫ is equal to 1 പ്ലസ് ടാൻ സ്ക്വയർ ആൽഫ എന്നുള്ളത് അറിയാം. ഇപ്പോൾ മനസ്സിലായി എന്തിനാണ് നമ്മളിത് ചേഞ്ച് ചെയ്തതെന്ന്? നമുക്ക് ഇവിടെ ഒരു ടാൻ ആൽഫ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനെയും ഒരു സിംഗിൾ ടേമിലേക്ക് കൊണ്ടുവരാൻ, ടാനിൻ്റെ ടേംസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. സീക്ക് സ്ക്വയർ ആൽഫ ആയിട്ട് എക്സ്പ്രസ് ചെയ്തു. പിന്നെ സീക്ക് സ്ക്വയർ ആൽഫിനെ എന്ത് ചെയ്തു? 1 പ്ലസ് ടാൻ സ്ക്വയർ ആൽഫ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ടാൻ സ്ക്വയർ ആൽഫയിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ദ വാല്യൂ ഓഫ് ടാൻ ആൽഫ. അപ്പോൾ നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും ടാൻ ആൽഫക്ക് 2 വാല്യൂസ് കിട്ടും. 3.27 കിട്ടും, 0.807 കിട്ടും. അപ്പോൾ ഫസ്റ്റ് കേസ് ആദ്യം എടുക്കാം. ഫോർ ടാൻ ആൽഫ is equal to 3.27, വാട്ട് വിൽ ബി ആൽഫ ടാൻ ഇൻവേഴ്സ് ഓഫ് ദിസ് വാല്യൂ? അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 73 ഡിഗ്രീസിന് കിട്ടും. അതുപോലെ ടാൻ ആൽഫക്ക് രണ്ടാമത്തെ വാല്യൂ കൊടുക്കുമ്പോഴേക്കും ഇതിൽ നിന്ന് ആൽഫ എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് ഓഫ് 0.807 വിച്ച് ഈസ് ഈക്വൽ ടു 38.9 ഡിഗ്രീസിന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഈ പറഞ്ഞ ഒരു പോയിന്റ് അറ്റൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് 2 ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ പോസിബിൾ ആണ്. ഈ 2 വാല്യൂകൾ എറിഞ്ഞു കഴിഞ്ഞാലും ഈ ട്രാജക്ടറിയിലുള്ള ഒരു പോയിന്റിന് ഈ എക്സ് കോർഡിനേറ്റും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ കോർഡിനേറ്റും അതിന് വരും. അതാണ് നമുക്ക് ഇതിൽ നിന്ന് ഇൻഫർ ചെയ്യാൻ പറ്റുന്നത്. ഈ പ്രോബ്ലം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്തായാലും അടുത്തൊരു പ്രോബ്ലം കൂടി നോക്കാം. സോ ഈ ഒരു പ്രോബ്ലത്തിൽ പറഞ്ഞത് എന്താണ്? ആൻ എയർക്രാഫ്റ്റ് മൂവിങ് ഹൊറിസോണ്ടലി വിത്ത് എ സ്പീഡ് ഓഫ് 720 കിലോമീറ്റേഴ്സ് പെർ അവർ. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ ഒരു യൂണിറ്റ് മാറ്റി തരും. ആൻഡ് ഈ മൂവ്മെന്റ് എവിടെയാണ് നടക്കുന്നത്? അറ്റ് എ ഹൈറ്റ് ഓഫ് 800 meters ടുവേർഡ്സ് എ ടാർഗറ്റ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ഇറ്റ് റിലീസസ് എ ബോംബ് വിച്ച് ഹിറ്റ്സ് ദ ടാർഗറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദിസ് ഫിഗർ ഇത് എന്തൊക്കെ കണ്ടീഷൻസ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്? എ എയർക്രാഫ്റ്റ് മൂവിങ് ഹൊറിസോണ്ടലി വിത്ത് എ സ്പീഡ് ഓഫ് 720 kilometers per hour എന്ന് പറയുമ്പോൾ ഈ പ്രൊജക്റ്റൈൽ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ എയർക്രാഫ്റ്റ് നിൽക്കുന്നത് ഈ പി പൊസിഷനിലാണ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഈ 720 kilometers per hour അത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്താണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് അറ്റ് എ ഹൈറ്റ് ഓഫ് 800 meters. അപ്പോൾ ഈ ഹൈറ്റ് എന്താണ്?
ഈ ഹൈറ്റ് വന്ന് പറഞ്ഞിരിക്കുന്നത് 800 മീറ്റേഴ്സിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇത് ഒരു ബോംബ് പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഫ്ലൈറ്റ് അല്ല പ്രൊജക്ടൈൽ, ഇതിൽ നിന്ന് പോകാൻ പോകുന്ന ബോംബാണ് ഇവിടെ പ്രൊജക്ടൈലായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ എയർക്രാഫ്റ്റിന്റെ പൊസിഷൻ നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്തു. ഈ ഹൈറ്റ് നമുക്കറിയാം 800 ആണെന്നുള്ളത്. എന്നിട്ട് അതൊരു എന്ത് പ്രൊജക്ട് ചെയ്തു, ഒരു ബോംബ് പ്രൊജക്ട് ചെയ്തു. നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഫൈൻഡ് ദ ടൈം റിക്വയർഡ് ഫോർ ദ ബോംബ് ടു റീച്ച് ദ ടാർഗറ്റ് വിച്ച് ഈസ് ഓൺ ദി ഗ്രൗണ്ട്. നമുക്ക് അസ്യൂം ചെയ്യാം ബി ആണ് നമ്മളുടെ ടാർഗറ്റ്. അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു ബോംബ് റിലീസ് ചെയ്തു, അതിങ്ങനെ പ്രൊജക്ട് ചെയ്ത് പോയിട്ട് ബിയിൽ വന്ന് ഹിറ്റ് ചെയ്യും. അതിനെടുക്കുന്ന ടൈമാണ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടൈം റിക്വയർഡ് ഫോർ ദ ബോംബ് ടു റീച്ച് ദ ടാർഗറ്റ് ഓൺ ദ ഗ്രൗണ്ട്. പിന്നെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് ദ എയർക്രാഫ്റ്റ് ഫ്രം ദ ടാർഗറ്റ് വെൻ ഇറ്റ് റിലീസസ് ദ ബോംബ്. അതായത് ഈ ഡിസ്റ്റൻസ് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് നമുക്കറിയാം. വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ തന്നിട്ടുണ്ട് 720 km/h. അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ വി ഹാവ് ടു മൾട്ടിപ്ലൈ ബൈ 5/18. പിന്നെ നമുക്ക് ഹൈറ്റ് തന്നിട്ടുണ്ട് എച്ച്, മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ്, അത് എത്രയാണ് തന്നിരിക്കുന്നത്, 800 meters ആണ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വെർട്ടിക്കൽ വെലോസിറ്റിയുടെ കോമ്പൗണ്ട് ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ തന്നെ നമുക്ക് എടുക്കാം. മാക്സിമം ഹൈറ്റ് എങ്ങനെയാണ്, മാക്സിമം ഈ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെയർഫോർ ഹൈറ്റ് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു സൈൻ ആൽഫ ഇൻറ്റു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇപ്പം ഇതിൽ നമ്മൾ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഹൈറ്റ് ആയതുകൊണ്ട് ഏത് കോമ്പൗണ്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, യു സൈൻ ആൽഫയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഈ പീക്ക് പോയിന്റിൽ വെർട്ടിക്കൽ കോമ്പൗണ്ട് ഓഫ് വെലോസിറ്റിയുടെ വാല്യൂ എത്രയായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യു സൈൻ ആൽഫനെ എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യാം, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം ഈ ഒരു പീക്ക് പോയിന്റിലായതുകൊണ്ട്. അപ്പോൾ എന്ത് വരും, 800 മാക്സിമം ഹൈറ്റ് 800 ഇസ് ഈക്വൽ ടു ഈ ടൈം 0 ആയി പോകും പ്ലസ് ഹാഫ് ഇൻറ്റു എ ടി സ്ക്വയർ അല്ലെങ്കിൽ ജി ടി സ്ക്വയർ എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് ടിന്റെ വാല്യൂ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ടി വിൽ ബി ഈക്വൽ ടു √2 into 800 divided by 9.81 അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഒബ്റ്റൈൻഡ് ആസ് 12.77 seconds. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് പാർട്ട് എന്താണ്, ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് ദ എയർക്രാഫ്റ്റ്. അതെങ്ങനെ കണ്ടുപിടിക്കുക, ഹൊറിസോണ്ടൽ റേഞ്ച് ആർ ഇസ് ഈക്വൽ ടു നമുക്കറിയാം യു ഇൻറ്റു ടി ആണെന്നുള്ളത് അറിയാം. അപ്പോൾ ഇവിടുത്തെ യുവിൻ്റെ വാല്യൂ എത്രയായിരിക്കും, വെർട്ടിക്കൽ കോമ്പൗണ്ട് ഈ പോയിന്റിൽ 0 അല്ലേ, അപ്പോൾ പിന്നെ യുവിൻ്റെ എന്തായിരിക്കും വാല്യൂ, 720 കംപ്ലീറ്റ് ഹൊറിസോണ്ടൽ കോമ്പൗണ്ടിലായിരിക്കും, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതായത് 200 m/s ആണ് ഇവിടുത്തെ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ് യു. അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ച് ഇസ് ഈക്വൽ ടു ഈ വെലോസിറ്റി ഇൻറ്റു ടൈം ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ടൈം ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ നിന്ന് ഇവിടെ വരെ എത്താനായിട്ടുള്ള ആ ഒരു ടൈം എത്രയാണ്, 12.77 seconds ആണ്. ഇവിടുത്തെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ വെലോസിറ്റി എത്രയാണ്, 200 ആണ്. ദെയർഫോർ ഹൊറിസോണ്ടൽ റേഞ്ച് അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും, വിൽ ബി ഈക്വൽ ടു യു ഇൻറ്റു ടി, ദാറ്റ് ഈസ് 200 into 12.77 വിച്ച് ഈസ് ഈക്വൽ ടു 2553 meters എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. സോ ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. ഇതും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഈ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സേ എ ജെറ്റ് ഓഫ് വാട്ടർ ഡിസ്ചാർജിങ് ഫ്രം എ നോസിൽ. ഓക്കെ, ഒരു നോസിൽ നിന്ന് ഒരു ജെറ്റ് ഓഫ് വാട്ടർ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹിറ്റ്സ് എ വെർട്ടിക്കൽ സ്ക്രീൻ വിച്ച് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 6 meter ഫ്രം ദ നോസിൽ അറ്റ് എ ഹൈറ്റ് ഓഫ് 4 meters. ഓക്കെ, അപ്പോൾ നമുക്ക് ജെറ്റ് ഓഫ് വാട്ടർ ഡിസ്ചാർജിങ് ഫ്രം എ നോസിൽ എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് അത് ഏകദേശം ഈ ഒരു പോയിന്റിൽ നിന്നായിരിക്കും അല്ലേ. നമുക്കറിയാം, നമുക്കൊരു വലിയൊരു ടംബ്ലറോ എന്തെങ്കിലും ഉണ്ട്, അതിൽ ചെറിയൊരു ഹോൾ ഉണ്ടെങ്കിൽ വെള്ളം എങ്ങനെ ഡിസ്ചാർജ് ചെയ്യും, വെള്ളം നമുക്ക് ഈ സെക്കൻഡ് ഹാഫ് പോലെ ആയിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ അത് ഇതുപോലെ ഒരു പാത്തായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം ഇവിടെ നിന്നാണ് നമുക്ക് വാട്ടർ ഡിസ്ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്, ഒരു വെർട്ടിക്കൽ സ്ക്രീൻ ഇവിടെ കൊണ്ടുവന്ന് നമ്മളൊരു വെർട്ടിക്കൽ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം പോയിട്ട് അതിൽ ഹിറ്റ് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്രയാണ്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹിറ്റ്സ് എ വെർട്ടിക്കൽ സ്ക്രീൻ വിച്ച് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 6 meter. അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് 6 meter മാറിയിട്ട് ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ആ സ്ക്രീനിന്റെ എവിടെ ഹിറ്റ് ചെയ്തു, ഹിറ്റ്സ് അറ്റ് എ ഹൈറ്റ് ഓഫ് 4 meter. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് 6 meter മാറി ഒരു വെർട്ടിക്കൽ സ്ക്രീൻ വെച്ച് കഴിയുമ്പോൾ ഈ ജെറ്റ് ഓഫ് വാട്ടർ വന്ന് ഹിറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിന്റെ ഹൈറ്റ് എത്രയാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഹൈറ്റ് എത്ര കിട്ടുന്നത്, ഇറ്റ് വിൽ ബി ഈക്വൽ ടു 4 meters. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താ ചെയ്തിരിക്കുന്നത്, വെൻ ദ സ്ക്രീൻ ഈസ് ഷിഫ്റ്റഡ് ബൈ 4 meters away ഫ്രം ദ നോസിൽ. ഇപ്പോൾ ആദ്യം നമ്മൾ 6 meterലായിരുന്നു വെച്ചിരുന്നത്, അതിന് പകരം എന്ത് ചെയ്തു, ഈ സ്ക്രീനിൽ നമ്മൾ 4 meter ഡിസ്റ്റൻസിലൊന്ന് വെച്ച് നോക്കി. വെൻ ദ സ്ക്രീൻ ഈസ് ഷിഫ്റ്റഡ് ബൈ 4 meters away ഫ്രം ദ നോസിൽ, ദ ജെറ്റ് ഹിറ്റ്സ്
ദ സ്ക്രീൻ അഗെയിൻ ഈസ് ദ സെയിം. അപ്പോൾ ആ 4 മീറ്ററിൽ വെച്ചപ്പോൾ എന്ത് തന്നെയാണ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ആ ഹിറ്റ് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നത് സെയിം തന്നെയാണ്, വിച്ച് ഈസ് 4 മീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? 2 എക്സ് ക്വാണ്ടിറ്റീസും തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈൻ്റെ വാല്യൂസ്. അതായത് ഈ ഒരു ട്രാജക്ടറിയിലുള്ള 2 പോയിന്റ്സ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റിൽ എന്തൊക്കെയാണ്? 6 ആണ് എക്സ്, അതുപോലെ അവിടുത്തെ വൈ എത്രയാണ്? 4 ആണ്. സെക്കൻഡ് നമ്മൾ ആ കുറച്ച് അകത്തേക്ക് കയറ്റി 4 മീറ്റർ ഡിസ്റ്റൻസിൽ വെച്ചപ്പോഴും മുട്ടുന്നൊരു പോയിന്റ് ഉണ്ടല്ലോ, അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 4 ആണ്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വൈൻ്റെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? അഗെയിൻ അത് 4 തന്നെ ആയിരിക്കും. ആ 2 കാര്യങ്ങളാണ് ഈ 2 സ്റ്റേറ്റ്മെന്റിലൂടെ അവർ നമുക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിറ്റർമൈൻ ദി ആംഗിൾ ആൻഡ് വെലോസിറ്റി വിത്ത് വിച്ച് ദ ജെറ്റ് ഈസ് ഇഷ്യൂഡ് ഫ്രം ദ നോസിൽ. ഓക്കെ, അപ്പോൾ ഈ 2 ക്വാണ്ടിറ്റീസ്, അതായത് ഇവിടുത്തെ ആൽഫയും അതുപോലെ തന്നെ ആ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷനുമാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെന്ത് ചെയ്യാം? നമുക്ക് എക്സും വൈയും തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഇക്വേഷൻ ഓഫ് ട്രാജക്ടറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇക്വേഷൻ ഓഫ് ട്രാജക്ടറി എന്താണുള്ളത്? y is equal to x tan alpha minus gx square by 2u square cos square alpha എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി തന്നിരിക്കുന്ന കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. വെൻ x is equal to 6 മീറ്റർ, വൈൻ്റെ വാല്യൂ എത്രയായിരുന്നു? 4 മീറ്റർ ആയിരുന്നു, ആദ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ. സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 6 മീറ്റർ ഫ്രം ദി നോസിൽ. എവിടെ ഹിറ്റ് ചെയ്യുന്നത്? അറ്റ് എ ഹൈറ്റ് ഓഫ് 4 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെൻ എക്സ് ഇസ് ഇക്വൽ ടു 6, വൈ ഇസ് ഇക്വൽ ടു 4. അപ്പോൾ അത് ഈ എക്സ്പ്രഷനിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടും 4 ഇസ് ഇക്വൽ ടു 6 ടാൻ ആൽഫ മൈനസ് ജി ഇൻറ്റു 6 സ്ക്വയർ ബൈ 2 ഇൻറ്റു യു കോസ് ആൽഫ ദ ഹോൾ സ്ക്വയറിൽ കിട്ടും. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? വെൻ എക്സ് ഇസ് ഇക്വൽ ടു 10 മീറ്റർ, സോറി നേരത്തെ പറഞ്ഞാൽ ചെറിയൊരു ചേഞ്ചിൻ്റെ, ആദ്യം 6-ലായിരുന്നു വെച്ചിരുന്നെങ്കിൽ പിന്നെന്താ ചെയ്തത്? 4 മീറ്ററും കൂടി മാറ്റിയാണ് വെച്ചത്. അപ്പോഴും നമുക്ക് സെയിം വൈ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ എക്സ് എത്രയായിരിക്കും? ഈ ഇനീഷ്യലി ഉണ്ടായിരുന്ന 6 പ്ലസ് രണ്ടാമത് വെക്കുന്ന 4. ഓക്കെ, അപ്പോൾ എത്ര വരും? ടോട്ടൽ 6 + 4 10 വരും. സോ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 10 മീറ്റർ, വൈൻ്റെ വാല്യൂ എത്രയാണ്? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അത് അഗെയിൻ റിമെയിൻസ് ദ സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈൻ്റെ വാല്യൂ 4 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ 2 വാല്യൂ കൂടി എന്ത് ചെയ്യാം? ഈ ഒരു എക്സ്പ്രഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore 4 will be equal to, വൈൻ്റെ വാല്യൂ 4 will be equal to 10 tan alpha minus g into 10 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2u സ്ക്വയർ cos സ്ക്വയർ ആൽഫ എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് 2 എക്സ്പ്രഷൻ കിട്ടി. പക്ഷേ ഇതിൻ്റെ LHS നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ LHS എന്താണ്? 4 ആണ്. രണ്ടാമത്തെ എക്സ്പ്രഷൻ്റെ LHSും 4 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ RHS ഇക്വേറ്റ് ചെയ്തുകൂടെ? അപ്പോൾ അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്. 6 tan alpha minus g into 6 square by 2 u cos alpha the whole square will be equal to 10 tan alpha minus g into 10 square by 2 u cos alpha the whole square എന്നുള്ള രീതിയിൽ ഇക്വേറ്റ് ചെയ്യുകയാണ്. ഇതിങ്ങനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇറ്റ് വിൽ ബി കമ്മിങ് ആസ് 4 tan alpha is equal to g into 64 by 2 times u cos alpha the whole square. അല്ലെങ്കിൽ ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? we will get the value of ആൽഫ ആസ് 46.85 ഡിഗ്രീസ് എന്നുള്ളത് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ആൽഫയുടെ വാല്യൂ ഇതിൻ്റെ അകത്ത് എത്ര കിട്ടുന്നത്? 46.85 ഡിഗ്രീസിന് കിട്ടും. വൺസ് ആൽഫയുടെ വാല്യൂ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ വാല്യൂവിനെ എടുത്തിട്ട് ഇവിടെ നമ്മൾ ഇടയ്ക്ക് നമുക്കൊരു ഇക്വേഷൻ കിട്ടിയായിരുന്നു, യു കോസ് ആൽഫ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 78.78 ബൈ ടാൻ ആൽഫ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിലേക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ആൽഫയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി. എന്തുകൊണ്ടാണ് നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത് യുവിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. therefore ഇവിടുന്ന് യു സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ, യു സ്ക്വയർ കോസ് സ്ക്വയർ 46.85 നമുക്ക് കിട്ടിയ ആൽഫയുടെ വാല്യൂ വിച്ച് വിൽ ബി ഈക്വൽ ടു 78.78 ഡിവൈഡഡ് ബൈ ടാൻ ആൽഫ. 78.78 ഡിവൈഡ് ബൈ ടാൻ ആൽഫക്ക് പകരം 46.85 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഐ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് യു. സോ ഇൻ ദിസ് കേസ് യു ക്യാൻ സി യു ഈസ് കമ്മിങ് ആസ് 12.54 മീറ്റർ പെർ സെക്കൻഡ്. ഈ രീതിയിലാണ് ഈ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യനിൽ ഇതുപോലെ ഒരു എക്സും വൈയും എല്ലാം തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഇക്വേഷൻ ഓഫ് ട്രാജക്ടറി ബേസ് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമുക്ക് ഒരു പ്രോബ്ലം കൂടി നോക്കിയിട്ട് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതാണ്. എ സ്റ്റോൺ ഈസ് ത്രോൺ അപ്വേർഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 degrees to the horizontal from a point P on a tower of height 80 meter. So ഇതിൽ ജസ്റ്റ് ചെറിയൊരു ട്വിസ്റ്റിംഗ് ഉണ്ട്. എന്തായാലും നമുക്ക് ഒന്നുകൂടി നോക്കാം. എ സ്റ്റോൺ ഈസ് ത്രോൺ അപ്വേർഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 degrees to the horizontal from a point P on the tower of height 80 meter and it strikes the ground. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മോഷൻ ആക്ച്വലി സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ ഫിഗർ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്കൊരു ടവർ ഉണ്ട്. ആ ടവറിൻ്റെ മേളിൽ നിന്നാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ ഇവിടെ നിന്ന് നേരെ അടിയിലേക്ക് ആയിരിക്കില്ല പോരുന്നത്. പകരം എന്താണ്?
ഇവിടെ നിന്ന് വീണ്ടും അത് മുകളിലേക്ക് പോയിട്ടേ അടിയിലേക്ക് അത് തിരിച്ചു വരുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ആദ്യത്തെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അപ്പോഴായിരിക്കും, പിന്നെ അത് വന്നിട്ട് ഈ സെയിം ലെവലെത്തും, പിന്നെ അത് അടിയിലേക്ക് ഒരു ഡിസ്റ്റൻസ് പോകും. ഈ അടിയിലേക്ക് പോകുന്ന വെർട്ടിക്കൽ ഹൈറ്റ് എത്രയായിരിക്കും? നമ്മൾ എവിടെ നിന്നാണ് പ്രൊജക്ട് ചെയ്യുന്നത്? 80 മീറ്റർ ഹൈറ്റുള്ള ഒരു ടവറിന്റെ മേളിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് അതേ മേളിൽ പോയിട്ട് ഈ 80 മീറ്റർ ലെവലിൽ വരും. അത് കഴിഞ്ഞിട്ട് എന്തോരം ഡിസ്റ്റൻസ് വെർട്ടിക്കലി ഡൗൺവേർഡ് പോകും? 80 മീറ്റർ കൂടി അടിയിലേക്ക് പോയാലേ അതിന് ഗ്രൗണ്ടിനെ ഹിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സ്റ്റോൺ സ്ട്രൈക്സ് ദ ഗ്രൗണ്ട് എന്നുള്ളത്. സോ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. 80 മീറ്റർ ഹൈറ്റുള്ള ഒരു ടവറിൻ്റെ മേളിൽ നിന്ന് എറിഞ്ഞു, അത് മുകളിലേക്ക് പോയി, പിന്നെ അത് സെയിം ലെവലെത്തി, പിന്നെ അത് താഴത്തേക്ക് പോയി. ഓക്കെ, എൻ്റെ ഗ്രൗണ്ടിൽ ഫൈനലി ഹിറ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് എന്തൊക്കെ വേറെ ഡാറ്റാസ് പറഞ്ഞിരിക്കുന്നത്? ഇത് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ സ്റ്റോൺ നമുക്ക് തന്നിട്ടുണ്ട്, അത് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 100 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് വി ആർ സപ്പോസ് ടു കാൽക്കുലേറ്റ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് ദ സ്റ്റോൺ. ടൈം ഓഫ് ഫ്ലൈറ്റ് എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ദ ഗ്രേറ്റസ്റ്റ് എലിവേഷൻ എബവ് ദ ഗ്രൗണ്ട് റീച്ച്ഡ് ബൈ ദ സ്റ്റോൺ. ഇത്രയും 2 കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഗിവൻ ഡാറ്റ എന്ന് എഴുതുവാണ്. വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ യു ഇസ് ഗിവൻ ആസ് 100 മീറ്റർ പെർ സെക്കൻഡ്. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തന്നിട്ടുണ്ട്, ആൽഫ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രീസ് എന്നുള്ളത്. പിന്നെ ഹൈറ്റ് ഓഫ് ടവർ, ഇത് മാക്സിമം ഹൈറ്റ് അല്ല, ഹൈറ്റ് ഓഫ് ടവർ എത്ര തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് ഗിവൻ ആസ് 80 meters. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് ടി ബി ദ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നും അതുപോലെ ലെറ്റ് വൈ ബി ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഓഫ് ദി സ്റ്റോൺ ഫ്രം ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ അസ്യൂം ചെയ്യുകയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ എടുക്കുന്ന പൊസിഷൻ ഇതൊന്ന് ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചോളണം. ഇത് മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ള ടെസ്റ്റിംഗ് പോയിന്റ്. നമ്മൾ ഈ ഒരു ഫിഗർ ബേസ് ചെയ്ത് പറയുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ഹൈറ്റിൽ നിന്ന് 80 മീറ്റർ ഹൈറ്റിൽ നിന്നാണ് ഇതിൽ എറിഞ്ഞത്. ഇത് എറിഞ്ഞ് ഏറ്റവും ടോപ്പിൽ പോയതിന് ശേഷം ഈ സെയിം ലെവലിലെത്തി. അത് കഴിഞ്ഞിട്ട് ഒരു 80 മീറ്റേഴ്സും കൂടി താഴത്തേക്ക് വന്നാലേ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുള്ളൂ. അപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു 80 മീറ്റേഴ്സിനെയാണ് അടിയിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഡിസ്റ്റൻസിന് ഞാൻ എന്ത് സൈൻ കൊടുക്കണം? നെഗറ്റീവ് സൈൻ കൊടുക്കണം. കാരണം അത് അടിയിലേക്കുള്ള വാല്യൂ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത് -80 meters ആണ്. ഓക്കെ, ദ നെഗറ്റീവ് സൈൻ ഈസ് ടേക്കൺ ആസ് ദ പോയിന്റ് ലൈസ് ബിലോ ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. ഓക്കെ, എന്നിട്ട് നമ്മളുടെ നോർമൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എടുക്കുകയാണ്. എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ½ AT² എന്നുള്ളത്. ഇവിടുത്തെ എസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വിച്ച് ഈസ് -80 ആയിരിക്കും. ut എന്ന് പറയുമ്പോഴേക്കും ഇനീഷ്യൽ നമ്മൾ പ്രൊജക്ട് ചെയ്ത വെലോസിറ്റിയുടെ വെർട്ടിക്കൽ കോമ്പോണന്റ് വിച്ച് ഈസ് u sin alpha ഇൻറ്റു ടൈം -12 GT² ആയിരിക്കും. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം ദിസ് യു ക്യാൻ കാൽക്കുലേറ്റ് ദ ടൈം റിക്വയർഡ് ഫോർ ദി സ്റ്റോൺ ടു ഹിറ്റ് ദ ഗ്രൗണ്ട്, അല്ലെങ്കിൽ ദ ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് ദ സ്റ്റോൺ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് പാർട്ട് എന്താ ഉള്ളത്? സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ദ ഗ്രേറ്റസ്റ്റ് എലിവേഷൻ എബോവ് ദി ഗ്രൗണ്ട് റീച്ച്ഡ് ബൈ ദ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളിവിടെ നിന്ന് ഈ സ്റ്റോൺ എറിയുന്ന കേസ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റോൺ ആയി തന്നെ ഈ ഒരു 80 മീറ്റർ ഹൈറ്റിൽ നിന്ന് എറിഞ്ഞു, അതൊരു ഹയസ്റ്റ് പോയിന്റിലെത്തി, അത് കഴിഞ്ഞത് താഴത്തേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു ഹയസ്റ്റ് പോയിന്റ് എവിടെ നിന്നുള്ളത്? ഈ ഗ്രൗണ്ടിൽ നിന്ന് ഈ ഹയസ്റ്റ് പോയിന്റിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് നമുക്കിനി കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? അതിന് നമുക്ക് ഇക്വേഷൻ ഡയറക്റ്റ് ഉണ്ട്. മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ പ്രൊജക്ടൈൽ. അതിന് നമുക്ക് എച്ചിന് ഒരു ഇക്വേഷൻ ഉണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു v² sin² alpha by 2g. പക്ഷേ ഈ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മൾ ഇവിടെ നിന്ന് പ്രൊജക്ട് ചെയ്യുവാണെങ്കിൽ, ഈ ഒരു പോയിന്റിൽ നിന്ന് പ്രൊജക്ട് ചെയ്യുവാണെങ്കിൽ ഇത് മേളിലേക്ക് പോയി ഒരു മാക്സിമം ഹൈറ്റ് എത്തിയിട്ട് താഴത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു മാക്സിമം ഹൈറ്റ് ഇവിടെ നിന്ന് ഒരു ലൈൻ ഹൊറിസോണ്ടൽ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് ഈ പീക്ക് പോയിന്റ് വരെയുള്ള ഹൈറ്റ് ആണ് നമുക്ക് കിട്ടുന്ന ഈ ക്യാപിറ്റൽ എച്ചിന്റെ വാല്യൂ വിച്ച് ഈസ് v² sin² alpha by 2g എന്നുള്ളത്. പക്ഷേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദി ഗ്രേറ്റസ്റ്റ് എലിവേഷൻ. അതായത് നമ്മൾ ഇവിടുന്ന് പ്രൊജക്ട് ചെയ്ത് ഈ പീക്കിലെത്തി, ഇവിടുന്ന് ഈ ലെവൽ വരെയുള്ള ഹൈറ്റ് നമ്മൾ ക്യാപിറ്റൽ എച്ച് ആയിട്ട് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. ദാറ്റ് ക്വാണ്ടിറ്റി പ്ലസ് ഹൈറ്റ് ഓഫ് ദ ടവർ ആയിരിക്കില്ലേ നമുക്ക് മാക്സിമം വാല്യൂ വരുന്നത്. ഹൈറ്റ് ഓഫ് ദ ടവർ 80 ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എച്ചിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഹൈറ്റ് ഓഫ് ദ ടവർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം എലിവേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എച്ചിന്റെ വാല്യൂ 127.42 meters എന്നുള്ളത് കിട്ടും. മാക്സിമം എലിവേഷൻ കിട്ടാണ്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ വി ഹാവ് ടു ആഡ് 80 സോ ദാറ്റ് വി വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 207.42 meters എന്നുള്ളത്. ഈ രീതിയിലാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. സോ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.